മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് സ്റ്റാൻഡേർഡ് 6 6ാം ക്ലാസ്സിലെ 9th ചാപ്റ്റർ 9ാമത്തെ അധ്യായം വരകളും കോണുകളും ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ ഭാഗമാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ ഭാഗം ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കുട്ടികൾ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുന്നത് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം. ഒരു വരയുണ്ടാവും, ആ വരയിൽ വേറൊരു വര വന്നിട്ട് മുട്ടുന്നു, അതായത് അത് മീറ്റ് ചെയ്യാണ്. ഒരു ലൈനിൽ വേറൊരു ലൈൻ മീറ്റ് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് രണ്ടും കൂടെ കൂട്ടിയാൽ 180 വരും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അതിലൊന്ന് പഠിച്ചത്. രണ്ടാമത് പിന്നീട് നമ്മൾ പഠിച്ചത് രണ്ട് വരകൾ മുറിച്ചു കടക്കുമ്പോൾ, അതായത് ഇന്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന 4 ആംഗിളുകൾ ഉണ്ട് എന്നും അതിൽ വരുന്ന ചെറിയ 2 ആംഗിള് തുല്യമായിരിക്കും. അതുപോലെ വലിയ 2 കോണുകൾ ഇങ്ങനെ താഴെയും മേലും വരുന്ന 2 എണ്ണം അതും തുല്യമായിരിക്കും എന്നുള്ള പ്രത്യേകതയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്, അവിടെ നമ്മൾ പഠിച്ചത് കൂട്ടിമുട്ടുന്ന വരകളെ കുറിച്ചായിരുന്നു എങ്കിൽ ഇപ്പോഴും നമ്മൾ പഠിക്കുന്നത് കൂട്ടിമുട്ടാത്ത വരകളെ കുറിച്ചിട്ടാണ്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾ മുകളിൽ നോക്കൂ, ഇവിടെ ഒരു വര നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. മുകളിൽ താഴെയും നിങ്ങൾക്കൊരു വര കാണാൻ പറ്റുന്നുണ്ട്. ആ വരകൾ ഇങ്ങനെ നീണ്ടു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ 2 വരകൾ ഒരിക്കലും എവിടെയും മുട്ടുന്നില്ല, ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല, അല്ലെ, കൂട്ടിമുട്ടുന്നില്ല. അങ്ങനെയുള്ള വരകൾക്ക് പറയുന്ന പേരാണ്, കുട്ടികൾ പഠിക്കുക, മലയാളത്തില് സമാന്തര വരകൾ. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ പറയും പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസ് എന്താ പ്രത്യേകത? 2 വരകൾ മുട്ടാതെ പോകുന്നുണ്ടെങ്കിൽ, അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ 2 വരകൾ കണ്ടുവല്ലോ, ഈ വരയും തമ്മിൽ ഇവിടെ ഒരു 3 സെന്റിമീറ്റർ ആണ് എങ്കിൽ ഇവിടെയും ആ വരകൾ തമ്മിൽ 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെയും എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ. ഇനി 4 സെന്റിമീറ്റർ ആണ് അകലെങ്കിൽ എല്ലാ സ്ഥലത്തും 4 ആയിരിക്കും. അപ്പോൾ ഒരിക്കലും അവർ കൂട്ടിമുട്ടൂല. അപ്പോൾ പാരലൽ ലൈൻ, സമാന്തര വര എന്താണെന്ന് പഠിച്ചുവല്ലോ. പിന്നെ നമ്മൾ പഠിക്കുന്നത് ആ സമാന്തര വര നമുക്ക് എങ്ങനെ വരക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇങ്ങനെ ഉണ്ടായിട്ടാകുമ്പോൾ ഒരു വര നമ്മൾക്ക് ഇവിടെ തരികയാണ്. ഈ വരക്ക് സമാന്തരമായി ഈ ഒരു പോയിന്റിൽ കൂടി വരക്കണം. മുകളിൽ നിങ്ങൾക്ക് ഒരു കറുത്ത പോയിന്റ് ഇട്ടിട്ടുണ്ട്. ആ പോയിന്റിൽ കൂടി ഈ വരക്ക് താഴെയുള്ള ഈ ലൈനിന് സമാന്തരമായിട്ട് എങ്ങനെയാണ് വര വരക്കുക? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ബോക്സിലുള്ള ഇങ്ങനെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ. ഇതിന് നമ്മൾ എന്താ പറയുക? സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. പിന്നെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഏത്? സ്കെയില്. ഈ 2 ഉപകരണങ്ങളാണ് നമ്മൾ ഇവ വരക്കാൻ. ഒരു ലൈനിന് തൊട്ട് മുകളിൽ ഒരു പോയിന്റ് കിട്ടിയാൽ ആ പോയിന്റിൽ കൂടി സമാന്തരം വരക്കാൻ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് സമാന്തരം വരക്കാൻ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. കുട്ടികൾ ശ്രദ്ധിക്കണം, ഇതിനെ നമ്മൾ പറയാം മട്ടം അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ. അത് ഈ പോയിന്റ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന്റെ കുറച്ച് ഇങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് സ്ക്വയർ ഈ ലൈനിന് മുട്ടിച്ചു വെക്കുക. ഈ ലൈനിന് മുട്ടിച്ചിട്ട് എന്ത് ചെയ്യാം? സെറ്റ് സ്ക്വയർ വെക്കുക. എന്നിട്ട് നോക്കിയാൽ ഇവിടെയുള്ളത് ഇവിടെയുള്ളത് അതുകൊണ്ട് അതിന് കുറച്ച് ഇടത്ത് ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചു. എന്നിട്ട് ഈ സ്കെയിൽ ഉണ്ടല്ലോ, നമ്മുടെ സ്കെയില്, ആ സ്കെയില് ഈ ഇടത് ഭാഗത്തെ സൈഡിന് മുട്ടിച്ചിട്ട് വെക്കുക. അപ്പൊ ഇടത് ഭാഗത്ത് നിങ്ങൾ കാണുന്നതാണ് എന്ത്? സ്കെയില്. അപ്പൊ സ്കെയിൽ വെച്ച രീതി മനസ്സിലായല്ലോ. ആദ്യം വെച്ചത് സെറ്റ് സ്ക്വയർ ആണ്, മട്ടമാണ്. അതിന് ഈ ഭാഗത്തിന് മുട്ടിച്ചിട്ട് സ്കെയിൽ വെച്ചു. സ്കെയിൽ വെച്ചതിന് ശേഷം ഈ സെറ്റ് സ്ക്വയർ ഉണ്ടല്ലോ, ഈ സെറ്റ് സ്ക്വയർ, ആ സെറ്റ് സ്ക്വയർ മുകളിലേക്ക് നീട്ടുക. അപ്പൊ സ്കെയിൽ അമർത്തി പിടിക്കണം. ശ്രദ്ധിക്കണേ, സ്കെയില് അമർത്തി പിടിക്കുക. അമർത്തിയിട്ട് അനക്കാതെ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഈ സെറ്റ് സ്ക്വയർ മുകളിലേക്ക് നീട്ടുക. മുകളിലേക്ക് നീട്ടുന്നത് ഏതുവരെ മുകളിലേക്ക് നീട്ടുക? മുകളിലേക്ക് നീട്ടുന്നത് കുട്ടികൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞുതരാം. സെറ്റ് സ്ക്വയർ ഇവിടെ എത്തുന്നത് വരെ നീട്ടുക.
ഐഡിയ മനസ്സിലായോ? ഈ പറഞ്ഞതിൽ നിന്ന് ഐഡിയ മനസ്സിലായോ? നോക്കിയാൻ എങ്ങനെയാണ് പറഞ്ഞത് പറയുമ്പോൾ എന്താ, ഞാൻ ഈ വരയൊന്ന് മായ്ക്കാം, ഈ വര ഞാനൊന്ന് മായ്ച്ച് കളയാം. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. നോക്ക്, ഈ താഴത്തെ സെറ്റ് സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? താഴത്തെ സെറ്റ് സ്ക്വയർ, ഈ താഴെ വെച്ച ഈ സെറ്റ് സ്ക്വയറിനെ, താഴെ വെച്ചിട്ടുള്ള ഈ സെറ്റ് സ്ക്വയറിനെ എന്ത് ചെയ്യുന്നു? സ്കെയിൽ അമർത്തി പിടിച്ചിട്ട്, ഇത് സ്കെയിലാണല്ലോ, ഈ സ്കെയിൽ അമർത്തി പിടിച്ചിട്ട് മുകളിലേക്ക് നീട്ടുന്നു, മുകളിലേക്ക് നീക്കുന്നു. അപ്പൊ താഴത്തെ സെറ്റ് സ്ക്വയർ എന്നൊരു ഇവിടെ ഉണ്ടാവില്ല. എന്നിട്ട് ശ്രദ്ധിക്കുക, ഈ സെറ്റ് സ്ക്വയർ അമർത്തി പിടിച്ചിട്ട് ഈ സ്കെയില് മാറ്റുക. സ്കെയില് മാറ്റിയിട്ട് എന്ത് ചെയ്യുക? ഈ പോയിന്റിൽ കൂടെ ഇതിനിങ്ങനെ വര വരക്കുക. ഈ സ്കെയില് മാറ്റിയിട്ട് ഇതിങ്ങനെ നീട്ടി വരക്കുക. കാരണം ഇവിടെ സെറ്റ് സ്ക്വയർ കറക്റ്റായിട്ട് ഇവിടെ ഉണ്ട്, മുകൾ ഭാഗം, ഈ സെറ്റ് സ്ക്വയറിന്റെ മുകൾ ഭാഗം ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അത് കറക്റ്റ് ആക്കിയിട്ട് വരക്കുക. അപ്പോൾ ഈ സെറ്റ് സ്ക്വയർ ഇനി നമുക്ക് മായ്ച്ചു കളയാം. ഈ സെറ്റ് സ്ക്വയറിന്റെ ആവശ്യം ഇനി നമുക്കില്ല. കാരണം എന്താ? ഈ സെറ്റ് സ്ക്വയർ മുകളിലെത്തിയില്ലേ? ഈ സെറ്റ് സ്ക്വയർ മുകളിലെത്തിയോണ്ട് നമുക്ക് അതിനെ മായ്ച്ചു കളയാം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇതേമാതിരിയുള്ളൊരു വര കിട്ടും. എങ്ങനെയാണ് വര കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ആദ്യം ഉണ്ടായി, അതിൽ ഇവിടെയാണ് പോയിന്റ്. സെറ്റ് സ്ക്വയർ ആദ്യം ഇവിടെ ഇങ്ങനെ വെച്ചു, കറക്റ്റായിട്ട് വെച്ചു. എന്നിട്ട് ഇവിടെ അതിൻ്റെ ഇടത്ത് ഭാഗത്ത് മുട്ടിച്ചിട്ട് ആരെ വെച്ചു? സ്കെയില് വെച്ചു. സ്കെയില് വെച്ചതിന് ശേഷം ഈ സെറ്റ് സ്ക്വയർ, ഈ താഴെയുള്ള സെറ്റ് സ്ക്വയർ എങ്ങോട്ട് നീട്ടുക? മുകളിലേക്ക് ഉയർത്തുക. ഉയർത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഭാഗം ഈ വരക്ക് ഈ പോയിന്റിന് മുട്ടുന്ന രീതിയിൽ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നീട്ടുക, മേലേക്ക് നീട്ടുക. എന്നിട്ട് ഈ സ്കെയില് മാറ്റിയിട്ട് ഈ സെറ്റ് സ്ക്വയറിനിലേക്കൂടെ മുട്ടി അതിൻ്റെ സൈഡിലേക്കൂടെ ഒരു വര വരക്കുക. അപ്പോൾ താഴത്തെ വരക്ക് സമാന്തരമായിട്ട് നമുക്ക് മുകളിലുള്ള വര കിട്ടും. അപ്പോൾ എല്ലാവർക്കും പഠിച്ചല്ലോ, ഒരു വരയുടെ മുകളിലുള്ള ഒരു പോയിന്റിൽ നിന്ന് സമാന്തരം വരക്കുന്ന രീതി എല്ലാ കുട്ടികളും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഓക്കേ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത്, അതിപ്പം പറഞ്ഞത് ഒരു നേരെ വര ഈ രീതിയിൽ വന്നപ്പോഴല്ല, ഇങ്ങനെയുള്ളൊരു വരക്ക് ഇങ്ങനെയുള്ള പോയിന്റ് എന്നാണ് ഇങ്ങനെ വരക്കുന്നത് പറഞ്ഞത്. ഇനി നമ്മൾക്ക് ചെരിച്ചിട്ടുള്ള ഒരു പോയിന്റിലേക്കൂടെ വരക്കണം എന്ന് വിചാരിച്ചോ. അപ്പോ ഇങ്ങനെയുള്ള ചെരിഞ്ഞ രീതിയിൽ വരക്കാൻ എങ്ങനെ സാധിക്കും? ഈ വരക്ക് സമാന്തരമായിട്ട് ഈ പോയിന്റിലേക്കൂടെ എങ്ങനെ ഒരു ലൈൻ വരക്കാൻ പറ്റും? അതായത് ഇങ്ങനെ സമാന്തരമായിട്ട് കൃത്യമായിട്ട് എങ്ങനെ വരക്കാൻ പറ്റും എന്നാണ് ഇനി ഞാൻ രണ്ടാമത് പറയാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു കാര്യം ചെയ്യാം. ഈ പേജിൽ ഞാൻ നിങ്ങൾക്കത് വരച്ചു തരാം. അപ്പൊ എങ്ങനെയാണ് ഇപ്പം പറഞ്ഞത്? എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ഒരു ചെരിച്ച വരക്ക് ഈ ഒരു പോയിന്റിൽ കൂടി ഒരു ചെരിഞ്ഞ വര വരക്കണം. പാരലായിട്ട് ചെരിഞ്ഞു പോകുന്ന രീതിയിൽ വരക്കണം. അത് വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, നോക്കൂ കുട്ടികളെ, ഇതും ഈ പോയിന്റും ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് വെക്കുക. ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക. ഏത്? ഈ വര, ഈ സ്കെയില് വെച്ചിട്ട് ഈ പോയിന്റ് ഈ ഒരു വരേനെ കൊണ്ട് ഇതിനെ നമ്മൾ മുറിക്കുക. ഇങ്ങനെ മുറിച്ചാൽ മതി. ഇത് ഏതിലേക്കൂടെ മുറിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ അങ്ങ് മുറിക്കുക. മുറിച്ചതിന് ശേഷം നിങ്ങൾ ഈ പ്രൊട്രാക്ടർ ഉണ്ടല്ലോ, നിങ്ങൾ എടുക്കുക പ്രൊട്രാക്ടർ. ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട്, ഇതാണ് പ്രൊട്രാക്ടർ എന്ന് കരുതുക. ഇങ്ങനെ പ്രൊട്രാക്ടറിൽ ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇത് എത്ര ഡിഗ്രി ഉണ്ട് നോക്കുക. ഈ കോണ് എത്ര ഡിഗ്രി ഉണ്ട് നോക്കുക. അതായത് നമ്മൾക്ക് ആദ്യം ഒരു ചെരിഞ്ഞ വര കിട്ടീനി, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇതിലേക്കൂടെയാണ് ഇങ്ങനെ സമാന്തരം വരക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ വരച്ചു. അപ്പൊ ഇത് എത്ര ഡിഗ്രി ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊട്രാക്ടർ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നു. ഒരു ഉദാഹരണത്തിന് ഇത് 40 ഡിഗ്രി ഉണ്ട് എന്ന് കരുതുക. 40 ഡിഗ്രി ഉണ്ട് എങ്കിൽ നിങ്ങളെ പ്രൊട്രാക്ടർ, ഇനി ശ്രദ്ധിക്കണേ, ആ പ്രൊട്രാക്ടർ അതിന്റെ സെന്റർ, പ്രൊട്രാക്ടർ സെന്റർ ഇവിടെ വെക്കുക. അപ്പൊ പ്രൊട്രാക്ടർ നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ. പ്രൊട്രാക്ടർ ഇങ്ങനെ കിട്ടൂലേ, സെന്ററിൽ ഇവിടെ വെച്ചാൽ. എന്നിട്ട് അതില് 40 ഡിഗ്രി അല്ലേ ഇവിടെ ഉണ്ടായത്. ഇവിടെ ഈ പ്രൊട്രാക്ടറിൽ 40 ഡിഗ്രി, ഇവിടെ 40 വിചാരിച്ചു, പ്രൊട്രാക്ടറിൽ 40 ഉണ്ടാവും. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക.
അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ആ വര നമ്മൾ താഴേക്കും കൂടെ നീട്ടിയാൽ ഈ ആദ്യം ഉണ്ടായ വരക്ക് സമാന്തരമായിട്ടാണ് രണ്ടാമത്തെ വര വരിക. അപ്പൊ അതിന് പ്രൊട്രാക്ടറാണ് ഉപയോഗിച്ചത്. ചെരിഞ്ഞ സമാന്തര വര വരയ്ക്കാൻ, മനസ്സിലായിട്ടില്ലേ? സ്ലാൻഡ് ആയിട്ടുള്ള പാരലൽ ലൈൻ, സ്ലാൻഡ് ചെരിഞ്ഞിട്ടുള്ളത് ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പ്രൊട്രാക്ടറാണ്. അതേ സമയത്ത് നേരെ ഇങ്ങനെയുള്ള വരക്ക് ഒരു സമാന്തരം വരക്കാൻ ഉപയോഗിക്കുന്നത് സെറ്റ് സ്ക്വയർ ആണ്, മട്ടമാണ്. അപ്പൊ രണ്ടും കൂടെ കൃത്യം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ആദ്യം എന്ത് ചെയ്യാം, ഇങ്ങനെ ചെരിഞ്ഞൊരു വരയുണ്ട്, ഈ വരയിലേക്കൂടെ സമാന്തര വര വരക്കണം. ഇങ്ങനെയുള്ളൊരു വര വരക്കണം. ഇതിന് സമാന്തരമായിട്ട് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ട. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് സ്കെയിൽ വെച്ചിട്ട് ഇതിലേക്കൂടെ ഒരു വര വരച്ചിട്ട് നമ്മൾ ആദ്യത്തെ വരേനെ അങ്ങ് മുറിക്കുക. മുറിച്ചതിന് ശേഷം ഈ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ ആംഗിൾ എത്രയുണ്ട് നോക്കുക. അത് ഒരു ഉദാഹരണത്തിന് 50 ഡിഗ്രി ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇത് 50 ഡിഗ്രി ഉണ്ടെങ്കിൽ പ്രൊട്രാക്ടർ ഈ പോയിന്റിന്റെ നടുക്കായിട്ട് പ്രൊട്രാക്ടർ വെക്കുക. എന്നിട്ട് അതിൽ 50 ഡിഗ്രീനെ കാണുക. ഇവിടെ 50 ഉണ്ടാവുമല്ലോ, 50 ഉണ്ടെങ്കിൽ ആ 50ലേക്കൂടെ ഇങ്ങനെ വരക്കുക. പിന്നെ അത് താഴോട്ട് സ്കെയിൽ വെച്ചിട്ട് നീട്ടി വരക്കുക. അപ്പോൾ നിങ്ങൾ ചെരിഞ്ഞിട്ടുള്ള സമാന്തരം വരക്കാനും നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, രണ്ട് രീതി. ഓക്കെ, ഇനി നോക്കിക്കോ കുട്ടികളെ, ഇനി ചില പ്രത്യേകതകളാണ് പറയുന്നത്. നോക്കൂ, ഇങ്ങനെയുള്ള ഒരു വര, ഈ വരക്ക് ഇങ്ങനെ എത്രയുണ്ട് അറിയോ? 80 ഡിഗ്രി ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു പാരലൽ ലൈൻ ഉണ്ട്, സമാന്തര വര. ഏതിന് സമാന്തരം? ഈ ആദ്യത്തെ ഈ വരക്ക് സമാന്തരമായിട്ട് ഇപ്പുറത്തേക്കൂടെ ഒരു വര വരച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ ആംഗിൾ എത്ര വരും? ഇപ്പുറത്തെ എത്ര വരും? 80 വരും. ശ്രദ്ധിക്കണേ, 80 വരും. അപ്പോൾ ഇതും 80 ഇതും 80 ആയതുകൊണ്ട് രണ്ട് വരകളും സമാന്തരമാണ്. ഏതെല്ലാം രണ്ട് വരകൾ സമാന്തരമാണ് നമുക്ക് പറയാം. ഞാൻ വേറൊരു മഷീനെ കൊണ്ട് വരച്ചു തരാം. ദാ ഈ വരയും ഈ വരയും സമാന്തരമാണ്. എന്തുകൊണ്ട്? ഇതും 80 ഡിഗ്രി, ഇതും 80. രണ്ടും ഒരേ ആംഗിൾ ആണെങ്കിൽ, ഒരേ കോണാണെങ്കിൽ പാരലായിട്ട് വരും. അതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം, നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ് പഠിച്ച ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്തെ എത്ര വരും? 100 ഡിഗ്രി വരും. എന്തുകൊണ്ട്? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ, ഈ 80ഉം 100ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. 80ഉം 100ഉം കൂട്ടിയാൽ 180 കിട്ടും. അതെങ്ങനെയാണ്? ഒരു വരയുടെ അപ്പുറവും ഇപ്പുറവും ഉള്ള കോണുകൾ കൂട്ടിയാൽ 180 കിട്ടും. ഓക്കെ, പോയിന്റിൽ മുട്ടുമ്പോൾ. അപ്പോൾ ഇനിയപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, കുട്ടികൾ ശ്രദ്ധിച്ചാൽ, ഇതാ ഇത് 80 ഡിഗ്രി, ആദ്യത്തത് 80 ഡിഗ്രി. അപ്പോൾ ഇപ്പുറത്തത് 80 ഡിഗ്രി ഉണ്ടായാൽ വര പാരലായിരിക്കും. അങ്ങനെ 80 ഡിഗ്രി പറയുന്നതിന് പകരം നോക്കൂ കുട്ടികളെ, ഇങ്ങനെ ഒരു വരയുണ്ട്, ഇത് 80 ഡിഗ്രി, ഇത് 100 ഡിഗ്രി, ഇപ്പറുള്ളത് 100 ഡിഗ്രി എന്ന് പറഞ്ഞാലും ഈ രണ്ട് വരയും എങ്ങനെയായിരിക്കും? പാരലൽ ആയിരിക്കും, സമാന്തരായിരിക്കും, രണ്ട് ലൈൻസും. എന്തുകൊണ്ട്? ഇത് 100 ആണെങ്കിൽ കുട്ടികളെ ഇപ്പറുള്ളത് എത്രയായിരിക്കും? 80 ആയിരിക്കും അല്ലേ? അപ്പൊ ഇതും 80 ഇതും 80 ആവുമ്പോ പാരലാണ്. അപ്പൊ ഇപ്പുറത്തെ ഈ 80 പറയുന്നില്ലെങ്കിൽ ഇപ്പുറത്തെ എത്ര എന്ന് പറഞ്ഞാൽ മതി? 100 എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, പാരലൽ ലൈൻസിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്താണ് പറയാൻ പറ്റുന്ന പ്രത്യേകത? രണ്ട് ആംഗിളുകൾ ഉള്ളതില് രണ്ട് വരകൾക്കിടയിലുള്ള, ശ്രദ്ധിച്ചാൽ, രണ്ട് വരകൾക്കിടയിലുള്ള, അതായത് ഈ വരക്കും ഈ വരക്കും ഇടയിലുള്ള രണ്ട് കോണുകളാണെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയാല് സമ്മ് തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി ആയാല് എന്തായി? പാരലലായി. ഒന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ വേറൊന്നിൽ പറഞ്ഞുതരാം. അതായത് ഇതാ ഇങ്ങനെയുള്ള ഒരു വര, അതില് ഈ വര 70, ഇതും ഇതാ ഇപ്പറുള്ളത് 70. ഈ രണ്ട് വരകളും സമാന്തരാണ്. ഇനി അങ്ങനെയല്ലാതെ ഇങ്ങനെ ഒരു വര, ഇത് 70, ഇങ്ങനെ തരുന്ന ഇത് 110 ആയാലും 110 ഡിഗ്രി ആയാലും ഈ രണ്ട് വരകളും എങ്ങനെയായിരിക്കും? സമാന്തരം ആയിരിക്കും. എന്തുകൊണ്ട്? ഇത് 110 ആവുമ്പം ഇപ്പർ എത്രയായി ഉണ്ടാവല്?
70 ഉണ്ടാവല്. അപ്പൊ ഇവിടെയും 70 ആകുമ്പോൾ സമാന്തരാണ്. കണ്ടില്ലേ, ഇവിടെയും ഇവിടെ 70 ആകുമ്പോൾ സമാന്തരാണ്. അപ്പോ സമാന്തരാവാൻ, പാരലാവാൻ രണ്ട് കോണുകളാണെങ്കിൽ അത് ഈ വരകളുടെ ഒരേ സൈഡിലാണ് എങ്കിൽ പാരലായിരിക്കും. ഈ വരേന്റെ വലത്തും ഈ വരയുടെ വലത്തും ആണെങ്കിൽ പാരലായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വരകൾ ഉണ്ടെങ്കിൽ ഒന്ന് വരേന്റെ വലത്തു ഭാഗമാവുമ്പോ മറ്റേത് വരയുടെ ഇടത്തു ഭാഗമാവാം. അപ്പോ ആംഗിളിന്റെ സം എത്രയായിരിക്കും? തുക 180 ആയിരിക്കണം. അപ്പോ ഇത് 80 ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? 100 ആയിരിക്കണം. ആ രണ്ട് പോയിന്റ്, രണ്ട് വെവ്വേറെയുള്ള കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ കുട്ടികൾ ഇതൊന്ന് നോക്കിയാൽ ഈ പറഞ്ഞ ചിത്രത്തില് സമാന്തരമായ ജോഡികൾ കണ്ടുപിടിച്ച് എഴുതുക. ഏതെല്ലാമാണ് വരകൾ സമാന്തരം? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതാ നോക്കിയാൽ ഇവിടെ ഇത് 90 ഡിഗ്രി തന്നിട്ടുണ്ട്. കണ്ടില്ലേ, 90 ഡിഗ്രി, 90 ഉണ്ട്. അപ്പൊ ഇവിടെ ഇത് 90 ഉണ്ട്. കണ്ടില്ലേ, കുത്തനെ 90. അപ്പൊ അത് രണ്ടും എങ്ങനെ? നമുക്ക് ഇത് 90 ആണെങ്കിൽ ഇപ്പുറത്തതും 90 ആയിരിക്കും അല്ലേ? 90 ആയിരിക്കുമല്ലോ. അപ്പൊ ഈ വരയും സമാന്തരമാണ്. അതിന്റെ പേരെന്താണ് വരിക? ഈ വരയുടെ പേര് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് നമുക്ക് അക്ഷരം താഴെ സി ഉണ്ട്, മുകളില് എന്തുണ്ട്? CR എന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം ഏതെല്ലാം സമാന്തരം? CR, പിന്നെ CR-ഉം അതേപോലെ ET-യും. ET എന്ന് എഴുതാം, TE എന്ന് എഴുതാം. അത് സമാന്തരമായിട്ടുള്ള ഒരു ജോഡി നമുക്ക് കിട്ടി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിവിടെ 80 തന്നിട്ടുണ്ട്, ഇത് 80 തന്നിട്ടുണ്ട്, ഇത് എത്ര തന്നിട്ടുണ്ട്? 100. നോക്കിയാൽ ഈ വരയുടെ വലത്ത് ഭാഗത്ത്, ഇത് ഈ വരയുടെ ഇടത്ത് ഭാഗത്ത്, വലത്തും ഇടത്തും ഉള്ളിലാണ് രണ്ട് കോണുകൾ വരുന്നതെങ്കിൽ അത് പാരലാവാൻ, സമാന്തരാവാൻ രണ്ടും കൂട്ടിയാൽ 150 മതി. അപ്പൊ ആരെല്ലാം സമാന്തരം കിട്ടി നമുക്ക് ഇവിടെ? QB. പിന്നെ ഇതിന്റെ പേര്, QB-ന്റെ മറ്റേ പേര് SD സമാന്തരം എന്ന് കിട്ടി. ഇനി വേറെ ഏതുണ്ട് നോക്കിയാൽ, ഇത് 110 ഉണ്ട്. ഇതാ ഇവിടെ കണ്ടു 70. അപ്പൊ എന്താണ്? ഈ വരയുടെ ഉള്ളിലാണ് എത്ര വരുന്നത്? 110 വരുന്നത്. ഈ വരയുടെ ഉള്ളിലാണ് ആര് വരുന്നത്? ഈ 70 വരുന്നത് അല്ലെ? അല്ലെങ്കിൽ ഈ വരയുടെ വലത്തു ഭാഗത്താണ് വരുന്നത്, ഈ വരയുടെ ഇടത്തു ഭാഗത്താണ്. വലത്തും ഇടത്തും വന്നാൽ പ്രത്യേകത എന്താ? രണ്ടും കൂട്ടിയാൽ 180 കിട്ടണം. അപ്പൊ ഈ 110ഉം 70ഉം കൂട്ടിയാൽ 180. അപ്പൊ ആരെല്ലാം? PA-യും പിന്നെ നമുക്ക് കിട്ടുന്നത് ആരാണ്? PA-യും UF-ഉം നമുക്ക് കിട്ടും. സമാന്തര വരകളായിട്ട് കിട്ടും. വരകളിൽ സമാന്തരമായ ജോഡികൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പോ ഇതൊരു ജോഡി, ഇതൊരു ജോഡി, ഇതൊരു ജോഡി, അങ്ങനെ 3 ജോഡികൾ നമുക്കവിടെ കിട്ടും. അതിന് എങ്ങനെയാണ് ആ ജോഡികൾ എന്ത് വന്നത് എന്നുള്ളതിന്റെ വിശദീകരണം എഴുതണമെങ്കിൽ നമുക്ക് എന്തെഴുതാം? CR 90 ഡിഗ്രിയാണ്. അപ്പൊ ഇപ്പുറത്തത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. രണ്ടും ഒരേ ഭാഗത്ത് വരികയാണ് അല്ലേ? ഇപ്പുറത്തെ ഇടത്ത ഭാഗത്ത് വരുമ്പം ഇതും ഇടത്ത ഭാഗത്ത് വരികയാണ്. അപ്പൊ അതുകൊണ്ടാണ് 90ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി? 180 കിട്ടി. ഈ QB, ഈ SD ആവേണ്ട കാരണം എന്താ? QB ഇതാ, ഇത് 80 ആണ്. പിന്നെ SD എത്രയാണ്? 100 ആണ്. അപ്പൊ 80ഉം 100ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി? 180 കിട്ടി. ഇനി ഈ CR-ഉം ET-യും 90ഉം കൂട്ടിയാൽ 180 കിട്ടി. കൂടാതെ രണ്ട് ആംഗിളും 90ഉം തുല്യമായാലും മതിയില്ലേ? അപ്പൊ ആദ്യത്തേന് 2 കാരണങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഇനി PA എത്രയാ? 110 ഉണ്ടാക്കിയത്. 110ന്റെ കൂടെ മറ്റേത് എത്ര വന്നു? 70 വന്നു. 110 70 എത്ര? 180 ഡിഗ്രി. അപ്പൊ എന്തായി മാറി? ഇത് സമാന്തരമായിട്ട് മാറി. അപ്പൊ സമാന്തരമാകുമ്പോഴുള്ള പ്രത്യേകത എന്തൊക്കെയാണ് പറഞ്ഞത്? സമാന്തരമാകുമ്പോഴുള്ള പ്രത്യേകതയാണെങ്കിൽ ഈ വരയുടെ വലത്തുള്ള കോണും ഇടത്തുള്ള കോണും കൂട്ടിയാൽ 180. അപ്പൊ ഇതും സമാന്തരം. ഇനി നോക്ക്, ഇത് 80 ഉണ്ട്, അപ്പൊ ഇത് 100 ഉണ്ട്,
ഈ വരയുടെ വലത്ത് ഭാഗം, ഈ വരയുടെ ഇടത്ത് ഭാഗം. അപ്പൊ രണ്ടാമത്തെ ജോഡിയും കിട്ടി. പിന്നെ ഈ വരയുടെ ഇടത്ത് ഭാഗം 90 ഉണ്ട്, ഈ വരയുടെ ഇടത്ത് ഭാഗം 90 ഉണ്ട്. അതുകൊണ്ട് ആ ലൈനും എന്തായി? 180 വന്നു. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? കൃത്യം മനസ്സിലാക്കി വെക്കണം, തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കുക. ഈ വരയും ഈ വരയും ഈ വരയും മുട്ടുന്നില്ല. അതിന്റെ അർത്ഥം അത് സമാന്തരാണ്. ഈ പച്ച വരയും ഈ പച്ച വരയും മുട്ടുന്നില്ല. അതിന്റെ അർത്ഥം പച്ച വരയും എന്താണ്? സമാന്തരമാണ്. അപ്പൊ ഇങ്ങനെയുള്ള രൂപങ്ങൾക്കാണ് നമ്മൾ പറയുക സാമാന്തരികം. സാമാന്തരികം മലയാളത്തിൽ പറയും പാരലലോഗ്രാം. പാരലലോഗ്രാം എന്ന് പറയുന്ന വാക്ക് പറയും. സാമാന്തരികാണ്. സാമാന്തരികം പാരലലോഗ്രാം എന്നുള്ള പേര് പറയും. അപ്പൊ അത് ഓർമ്മിക്കണം. ഇങ്ങനെയുള്ള ചിത്രങ്ങളെ നിങ്ങൾ ഓർമ്മിച്ചിട്ട് വെക്കണം. എന്താണ് പ്രത്യേകത? ഇങ്ങനെ ചിത്രം വന്നാല് ഇതാ നോക്കിയാൽ ഈ സൈഡും പാരലല് കൂട്ടിമുട്ടൂല, മറ്റേ രണ്ട് ഓപ്പോസിറ്റ് സൈഡുകൾ മുട്ടൂല. അങ്ങനെയുള്ള രൂപം. അപ്പൊ ഈ ചിത്രം ഇവിടെ ഇപ്പൊ 4 ചിത്രം കണ്ടില്ലേ? അപ്പൊ ഏതെല്ലാമാണ് ഇതിൽ സാമാന്തരികം എന്ന് പറയാൻ പറ്റുന്നത്? ഇതിനെ പറയാൻ പറ്റുമോ? ഇത് സാമാന്തരികം അല്ല. കാരണം എന്താ? ഇതൊന്നും ഈ വരേന ഇങ്ങോട്ട് കൂട്ടിമുട്ടിയാല് ഈ വരക്ക് ഇങ്ങനെ മുട്ടും അത്. അപ്പൊ അത് പറയാൻ കഴിയില്ല, സമാന്തരികം അല്ല. പിന്നെ ഇത് നോക്കിയാൽ ഇതും മുട്ടൂല. അത് രണ്ടും മുട്ടൂല്ലെങ്കിൽ സമാന്തരികം എന്ന് പറയാൻ പറ്റൂല, പാരലോഗ്രാം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഈ സൈഡ് മേലോട്ട് നീട്ടി ഈ സൈഡും മേലോട്ട് നീട്ടിയാൽ മുട്ടും. അപ്പൊ രണ്ട് അപ്പുറം ഇപ്പുറം ഉള്ളത് രണ്ടും എന്തായില്ല? പാരലോഗ്രാം ആവില്ല. ഇത് നോക്കിയാൽ അപ്പൊ ഇതും ആവില്ല. മൂന്നാമത്തേത് നോക്കിയാൽ ഈ വരകളും ഈ വരയും ഒരിക്കലും മുട്ടില്ല. ഈ വരയും ഒരിക്കലും മുട്ടില്ല. ഓക്കെ, ഐഡിയ മനസ്സിലായോ? അപ്പൊ ഇതിന്റെ പേരാണ് എന്ത്? പാരലലോഗ്രാം. പാരലലോഗ്രാം. മലയാളത്തില് നേരത്തെ പറഞ്ഞ സാമാന്തരികം. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ ഇത് നോക്കിയാൽ ഇതും കൂട്ടിമുട്ടൂല, ഇതും ഒരിക്കലും എത്ര നീട്ടിയാലും മുട്ടൂല. അപ്പൊ അതും പാരലോഗ്രാണ്. പക്ഷെ ആ പാരലോഗ്രത്തിന്റെ ആ സാമാന്തരികത്തിന്റെ മറ്റൊരു പേര് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, റെക്റ്റാങ്കിൾ, ചതുരം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും റെക്റ്റാങ്കിളും ഒരു പാരലോഗ്രാണ്. കാരണം രണ്ട് വരകളും അപ്പുറം മുട്ടുന്നില്ലല്ലോ. അതും അങ്ങനെ പറയാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രേ വേണ്ടു. ഈ താഴെയും മേലെയുള്ള സൈഡും കൂട്ടിമുട്ടാൻ പാടില്ല. ഇടത്തും വലത്തുള്ള സൈഡും എത്ര നീട്ടിയാലും എക്സ്റ്റെൻഡ് ചെയ്താലും അത് ഇന്റർസെക്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചിത്രം നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റുമെന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെയുള്ള ഒന്ന് നമ്മൾ എങ്ങനെ വരക്കും? നമ്മൾ 5ാം ക്ലാസ്സിൽ വരച്ചിട്ടുണ്ട്. ഏത് വെച്ചിട്ട്? സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ പറഞ്ഞ കോണുകൾ 30 ഡിഗ്രിയും 60 ഡിഗ്രിയും ഒക്കെയാണ്. ഇത് ഏതും വരാം. അപ്പൊ എങ്ങനെ വരക്കാൻ പറ്റും? ഈ ചിത്രം എത്രയാണ്? 5, 3, 50. അത് നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റുമെന്ന് നോക്കാം. നോക്ക്, ഈ സൈഡ് ഇത് റഫായിട്ട് ഇത് റഫായിട്ട് വരക്കുമ്പോൾ ഇത് 5 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ, ഇത് 50 ഡിഗ്രി. എങ്ങനെ വരക്കാമെന്ന് എല്ലാ കുട്ടികളും വരച്ച് പഠിക്കണം. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചെയ്യുന്നത് ഈ 5 സെന്റിമീറ്ററിലെ താഴത്തെ സൈഡ്, ആ താഴത്തെ സൈഡ് 5 സെന്റിമീറ്റർ സ്കെയിലിൽ വരക്കുക. 5 സെന്റിമീറ്റർ സ്കെയിലെടുത്ത് വരക്കുക. വരക്കാൻ അറിയാലോ? 5 സെന്റിമീറ്റർ വരച്ചു. അതിനുശേഷം ചെയ്യേണ്ടത്, ഇവിടെ നമുക്കൊരു 50 ഡിഗ്രി തന്നിട്ടുണ്ടല്ലോ ഈ ഇടതു ഭാഗത്ത്. അത് പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട്, ഇത് പ്രൊട്രാക്ടർ ആണ്, പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 50 ഡിഗ്രി, 50 നിങ്ങൾ കണ്ടോ നോക്കിയാൽ ഇവിടെ 90 ഡിഗ്രി ആണ് കാണുക. 50 ഇവിടെ ഉണ്ടാവും, ഒരു 50 ഇവിടെ ഉണ്ട്. അപ്പൊ ആ 50 പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഈ പ്രൊട്രാക്ടറിന്റെ പുറത്തൊരു കുത്തിട്ടിട്ട് പ്രൊട്രാക്ടർ മാറ്റുക. എന്നിട്ട് ഈ പോയിന്റും ഇതും കൂടെ വരക്കുക. ഈ ആരെ മായ്ക്കുക? നമ്മുടെ പ്രൊട്രാക്ടറിനെ അവിടെ നിന്ന് നമുക്ക് ഒഴിവാക്കാം. പ്രൊട്രാക്ടറിനെ നമ്മൾ ഒഴിവാക്കിയാല് നോക്ക്, പ്രൊട്രാക്ടറിനെ നമുക്ക് ഒഴിവാക്കാം. പ്രൊട്രാക്ടറിനെ ഒഴിവാക്കിയാൽ നമുക്ക് ആരെ കിട്ടി? ഇതേമാതിരിയുള്ള രൂപം കിട്ടി.
ഇത് എത്ര ഡിഗ്രി? ഇത് ഇപ്പൊ നമുക്ക് കിട്ടിയത് 50 ഡിഗ്രി. ഇനി ഇത് എത്ര നോക്കിയാൽ ഇവിടെ ഒരു 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് ചിത്രത്തില്. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ കോമ്പസ് എടുക്കുക. കോമ്പസ് ഓർമ്മയുണ്ടല്ലോ? കോമ്പസ് ഓർമ്മയില്ലേ? ഇതാ ഇങ്ങനെയുള്ള ഒരു സാധനം കണ്ടിട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സിൽ കോമ്പസ്. ഈ കോമ്പസ് എടുത്തിട്ട് കോമ്പസില് എത്ര സെന്റിമീറ്റർ എടുക്കുക? 3 സെന്റിമീറ്റർ സ്കെയില് വെച്ചിട്ട് ആ സ്കെയിലില് 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ കോമ്പസ് കുത്തുക. ഈ മൂലക്ക് കുത്തിയിട്ട് ഞാൻ വേറൊരു മെഷീനെ കൊണ്ട് ചെയ്തുതരാം. കറുത്ത മഷി എടുക്കുക. ഈ പോയിന്റില് കുത്തിയിട്ട് 3 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് വരക്കുക. കോമ്പസിനെ കൊണ്ട് ഇവിടെ ഇരുമ്പ് മന ഇവിടെ കുത്തിയിട്ട് പെൻസിലിനെ കൊണ്ട് ഇവിടെ അതിനെ കട്ട് ചെയ്യാം. കഴിഞ്ഞു. അപ്പോൾ ഈ പോയിന്റ് ആണ് നമുക്ക് ആവശ്യമുള്ള പോയിന്റ്. ഇനി ചെയ്യേണ്ട, അപ്പൊ ഇത് എത്ര സെന്റിമീറ്റർ വരും? 3 സെന്റിമീറ്റർ വരും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം. ഇനി ചെയ്യേണ്ടത് എന്താ? സിമ്പിളായി നോക്കിക്കോ. ഇത് 5 ആണല്ലോ, താഴത്തത് 5 ആണല്ലോ. ഈ താഴത്തെ 5 കോമ്പസിൽ 5 എടുക്കുക. കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുക്കുക. 5 സെന്റിമീറ്റർ എടുത്തിട്ട് കോമ്പസിന്റെ ഇരുമ്പ് മൊന ഇവിടെ കുത്തുക. ശ്രദ്ധിക്കണേ, ഇവിടെ കുത്തുക. എന്നിട്ട് 5 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് നിങ്ങൾ ഇവിടെ വരക്കുക. ഒരു ചാപം ഇവിടെ കുത്തിയിട്ട് ഈ ഭാഗത്ത് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക. ഇവിടെ ഒരു ആർക്ക്, ഒറ്റ വരെ വേണ്ടു, വരച്ചു. ഇനി അടുത്തത് നോക്കൂ കുട്ടികളെ, നമ്മുടെ ഈ ചോദ്യത്തില് ഇവിടുന്ന് ഇവിടത്തേക്ക് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ കോമ്പസ് ഇവിടെ ഈ വലത്തു ഭാഗത്ത് കുത്തുക. 3 അവിടെ കുത്തിയിട്ട് കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുക്കുക. കോമ്പസിൽ 3 സെന്റിമീറ്റർ സ്കെയിലിൽ നിന്ന് എടുക്കുക. സ്കെയിലിൽ നിന്ന് കോമ്പസിൽ 3 സെന്റിമീറ്റർ ദൂരം എടുക്കുക. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് ഈ വലതു ഭാഗത്ത് കുത്തിയിട്ട് ഈ മേലത്തെ ആർക്ക് ഉണ്ടല്ലോ, ആ ആർക്കിനെ കട്ട് ചെയ്യുക. ഒരിക്കൽ കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പോയിന്റ് കിട്ടിയല്ലോ. പിന്നെ ചെയ്യേണ്ടത് ഈ പോയിന്റ്, 2 ആർക്കും കട്ട് ചെയ്ത പോയിന്റും ഇതും കൂടെ അങ്ങ് യോജിപ്പിക്കുക. ഓക്കെ, ഇത് യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സാമാന്തരികം കിട്ടും. ഞാനിപ്പം വരക്കുമ്പോൾ കൃത്യമായിട്ട് അളവില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ചിത്രം ചെരിഞ്ഞു പോയത്. നിങ്ങൾ വരക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള സാമാന്തരികം ആയി കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് വരച്ചത്? ആദ്യം 5 സെന്റിമീറ്റർ വരച്ചു, പിന്നെ 50 ഡിഗ്രി എടുത്തു പ്രൊട്രാക്ടറിൽ. എന്നിട്ട് ആ 50 ഡിഗ്രി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ നീട്ടി വരച്ചു. എന്നിട്ട് പിന്നെ കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുത്തിട്ട് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് ഇട്ടു. അതിനുശേഷം എന്ത് ചെയ്തു? നമ്മൾ ഈ ദൂരം ഇവിടുന്ന് ഇവിടത്തേക്ക് 5 അല്ലേ ഉള്ളത്, ഈ 5 ദൂരം ഇവിടുന്ന് ഇങ്ങോട്ടൊരു ആർക്ക് ഇട്ടു. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്ററിലും ഒരു ആർക്ക് ഇട്ടു. അപ്പൊ രണ്ടും കൂടെ കൂട്ടിമുട്ടിയ സ്ഥലം കിട്ടി. അത് തമ്മിൽ യോജിപ്പിച്ചാൽ നമ്മുടെ സാമാന്തരികം ആയി. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതുപോലുള്ള ചിത്രങ്ങൾ വരക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വരക്കാൻ പറ്റും? ഈ ചിത്രം നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ വരക്കുമെന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മോഡലാണ്. ആദ്യം 4 സെന്റിമീറ്റർ വരക്കുക. മനസ്സിലായില്ലേ? ആദ്യം 4 സെന്റിമീറ്റർ വരക്കുക. അതിനുശേഷം പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക. ഇവിടെ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. പ്രൊട്രാക്ടറിൽ 70 ഡിഗ്രി മാർക്ക് ചെയ്യുക. പ്രൊട്രാക്ടർ മാറ്റുക. എന്നിട്ട് അത് നീട്ടി വരക്കുക. അതിൽ എത്ര സെന്റിമീറ്റർ? 3 സെന്റിമീറ്റർ ഇതിൽ കോമ്പസ് എടുത്തിട്ട് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്നും വേണമെങ്കിൽ അതേ 3 സെന്റിമീറ്ററിൽ ഇവിടെയും മാർക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെന്ത് ചെയ്യുക? ഇവിടുന്ന് ഇവിടത്തേക്ക് 4 അല്ലേ, ഇവിടുന്ന് 4 സെന്റിമീറ്ററിൽ ഇങ്ങോട്ട് വരക്കുക. എന്നിട്ട് രണ്ടും കൂടെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമാന്തരികം ആയി. ഏത് സാമാന്തരികമായി? ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ചിത്രത്തിന്റെ നമുക്ക് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചിത്രത്തിൻ്റെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നോക്ക്, രണ്ടാമത്തെ ചിത്രത്തിൽ കണ്ടോ കുട്ടികളെ? നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ആംഗിളാണ് 120 എന്ന് നമുക്ക് തന്നത്. ഇതാണ് 120 തന്നത്. അപ്പൊ നമുക്ക് ആവശ്യം ഇതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 2 വരകൾക്കിടയിലുള്ള കോണുകൾ കണ്ടോ? ഈ വരക്കും ഇടയിൽ സി എന്ന് പറയുന്ന അക്ഷരം മാതിരി സി എന്നുള്ള അക്ഷരം വീണുപോയാൽ ഇങ്ങനെ വരുമല്ലോ. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ 150 ആണ്.
അപ്പൊ ഇത് 120 ആയതുകൊണ്ട് ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കും. രണ്ടും കൂട്ടിയാൽ 180 അപ്പൊ ഇത് 60 ഡിഗ്രി കിട്ടിയാൽ നമ്മൾ നേരത്തെ ആദ്യത്തെ ചിത്രം വരച്ച മാതിരി ഇതും വരക്കാൻ പറ്റും. ആദ്യം എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ 5 സെന്റിമീറ്ററിൽ വര വരക്കുക. ഓക്കെ, 5 സെന്റിമീറ്ററിൽ നമ്മൾ വര വരച്ചു. അതിനുശേഷം പ്രൊട്രാക്ടർ എടുക്കുക, എന്നിട്ട് 60 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഓക്കെ, നേരത്തെ പറഞ്ഞ മാതിരി കിട്ടുമല്ലോ. അപ്പൊ 60 ഡിഗ്രി അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിന് എത്ര സെന്റിമീറ്റർ? ഈ 3 സെന്റിമീറ്ററിന്റെ ഒരു ചാപം വരക്കുക മേലോട്ട്. അതേ 3 സെന്റിമീറ്റർ വലത്തു ഭാഗത്തു നിന്നും ചാപം വരക്കുക. അപ്പൊ ഇവിടെ ഒരു ചാപം വരച്ചു. അപ്പൊ അത് കിട്ടി. ഇവിടുന്ന് നീട്ടി വരച്ച് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ കൂട്ടിമുട്ടി നേരത്തെ ആദ്യം വരച്ച അതേമാതിരി ഇതും വരക്കാം. എന്ത് പ്രത്യേകത എന്താ ശ്രദ്ധിക്കേണ്ടത്? ഈ 60 ഡിഗ്രി കണ്ടുപിടിക്കേണ്ട അതിന്റെ ട്രിക്ക്, അതിന്റെ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, മൂന്നാമത്തേൽ കണ്ടോ, നമ്മൾക്ക് ഈ 2 സൈഡിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒന്നിക്കൽ നിങ്ങൾ ചെയ്യുക, ഇത് എത്രയാണോ അവിടെ നിങ്ങൾക്ക് എത്ര ഡിഗ്രി ആണോ മുകളിൽ തന്നിട്ടുള്ളത് അതിന്റെ ഓപ്പോസിറ്റിലും അതേ ഡിഗ്രി ആയിരിക്കും. അതിന് കാരണമുണ്ട്. എന്താ കാരണം എന്നറിയോ? ഇത് 50 ആയതുകൊണ്ട് ഇത് 130 ആയിരിക്കും. ഇത് 130 ആയതുകൊണ്ട് ഇത് 50 ആയിരിക്കും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആംഗിള് ഇത് 50 ആയതുകൊണ്ട് ഇത് ഓപ്പോസിറ്റിൽ വരുന്നത് എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഓപ്പോസിറ്റിൽ വരുന്ന ആംഗിള് തുല്യം, ഈക്വൽ ആണ്. ഈക്വൽ മലയാളത്തിൽ എഴുതിയാൽ എതിർ കോൺ, അതായത് രണ്ടും അപ്പുറം ഇപ്പുറമുള്ള മൂലയല്ലേ, ഈ മൂലക്കില്ലേ എതിർ മൂലയല്ലേ ഇത്, അത് തുല്യമായിരിക്കും. എതിർ കോണുകൾ തുല്യമായിട്ട് വരും. അപ്പൊ അതിൻ്റെയും ഐഡിയ ഈ 50 ഡിഗ്രി കിട്ടി. 50 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും വരക്കാലോ. ഓക്കെ, ഇനി അടുത്ത ചിത്രത്തിന്റെ എങ്ങനെ വരക്കാൻ പറ്റും? ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ, ഇത് 140 ആയതുകൊണ്ട് ഇതും 140 ആയിരിക്കും. എതിരുള്ളതല്ലേ, എതിരുള്ളത് രണ്ടും ഒരേപോലെ ആയിരിക്കും. ഇതിൻ്റെ ഉള്ളില് പാരലഗ്രത്തിന്റെ ഉള്ളില് ഇത് 140 ആയതുകൊണ്ട് ഇത് എത്രയാവും? 40 വരും. കാരണം എന്താ? 2 വരകൾക്ക് ഉള്ളിൽ വരുന്ന കോണല്ലേ. ഇത് 140 40 കൂട്ടിയാൽ 180 ആവണ്ടേ. അപ്പൊ നമുക്ക് ഈ 40 ഡിഗ്രിയും കിട്ടി. നമുക്ക് അതിന്റെ ചിത്രവും നമുക്ക് വരക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇതില് ഉള്ളത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ചിത്രം വരക്കാൻ പ്രശ്നമില്ല. ഈ ചിത്രം 120 തന്നിന്. അപ്പൊ ഇതിനെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഈ വരയുടെയും ഉള്ളിൽ വരുന്നത് കൊണ്ട് ഇതും കൂട്ടിയാൽ 150 കിട്ടും. അപ്പൊ ഇത് 60 ഡിഗ്രി. പിന്നെ ഇത് 50 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതും കിട്ടി. ഇത് 140 ആണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്നത് 140. ഇത് 140 ആയതുകൊണ്ട് ഇത് എത്ര വരും? 40 ഡിഗ്രി. അപ്പൊ അതും നമുക്ക് കിട്ടി. ചിത്രവും വരക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്, ചാപ്റ്ററിലുള്ളത്. കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. നമുക്ക് പുതിയ ചാപ്റ്ററിൽ വീണ്ടും കാണാം. ബൈ.